നിലവിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും തർക്കങ്ങളും ഒക്കെ വലിയ ഒരു തരത്തിലേക്ക് അതൊരു ഒരു ആരോപണ തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം പുറത്തു വന്നത്. നമുക്കൊപ്പമുള്ളത് ലാലി ജെയിംസ് ആണ്. ലാലൂർ ഡിവിഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കോർപ്പറേഷനിൽ മേയർ എന്തുകൊണ്ടും ആ പാർട്ടിയിൽ ഉള്ളിൽ തന്നെ ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നത് ലാലി ജെയിംസ് മേയറാകണം എന്നായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഈ DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിജി ജസ്റ്റിനെയാണ് പിന്നീട് DCC ഔദ്യോഗികമായിട്ട് മേയറായി പ്രഖ്യാപിച്ചു. നമുക്ക് ഈ പ്രതികരണം ലാലി ജെയിംസിനോട് തന്നെ ചോദിക്കാം. എന്താണ് നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ ഇന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി ചുമതലയേൽക്കുകയാണല്ലോ. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ഒരു വോട്ട് ചെയ്യുന്നതിനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇത് നിജിക്കുള്ള വോട്ടല്ല, അവർക്ക് അതിനുള്ള അർഹതയില്ല. കാരണം അവർ പാർട്ടിക്ക് വേണ്ടി ഒന്ന് നെറ്റി വിയർത്ത ആളാണോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണ്ടേ. ആരാണ് നിജി ജസ്റ്റിൻ? നഗരത്തിലെ പ്രഗത്ഭ ഡോക്ടറായിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. ചേറിലും ചെളിയിലും കിടന്ന് പണിയെടുത്ത് 10 വർഷം LDF ഭരണത്തിൻ്റെ അഴിമതിക്കെതിരെ അനാസ്ഥയ്ക്കെതിരെ സമരമുഖത്ത് സജീവമായി നിലകൊണ്ട് ഈ ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് അതിലൊരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ ഒരു ഭരണം കിട്ടി വന്നതിന് ശേഷം പണിയെടുത്തവരെയും മറന്നുപോകുന്ന ഒരു പാർട്ടിയുടെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ നിജി ജസ്റ്റിനെ മേയറാക്കിയിൽ കടുത്ത അതൃപ്തി തന്നെ ഉണ്ടോ? നിജി ജസ്റ്റിൻ അതിന് യോഗ്യതയില്ല. ഇവിടെ 2 പേരാണ് സീനിയർ കൗൺസിലേഴ്സ്. ഒന്ന് അഡ്വക്കേറ്റ് സുബി ബാബുവും ഒന്ന് ഞാനും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 തവണ കൗൺസിലർമാരായവർ. ഞാൻ ലാലൂരിൽ നിന്ന് മൊത്തം വോട്ടിൻ്റെ 70% വാങ്ങി വന്നൊരാൾ. 2 തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. 10 വർഷം ഭരണമില്ലാത്ത കോർപ്പറേഷനിൽ ഭരണത്തിന് വേണ്ടി കാത്തിരുന്ന് ഭരണം കിട്ടി ആ സ്ഥാനത്തേക്ക് കടക്കുന്നു. ആ അവസരത്തിൽ ഒരു പുതിയ ആൾ നൂലുമേ ICC പറഞ്ഞു എന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. ഈ DCC പ്രസിഡന്റ് ഇത്തരത്തിൽ മേയറാക്കാനായിട്ട് പണം ആവശ്യപ്പെട്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് എങ്ങനെയാണ്? അത് എന്നോട് അദ്ദേഹം 3 ദിവസം മുമ്പ് ചോദിച്ചു, പാർട്ടി ഫണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിസ്സഹായാണ്, എൻ്റെ കയ്യിൽ പണമില്ല, ഞാനൊരു വിഡോ ആണ്, പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്ന നിലയ്ക്ക് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ 1 വർഷമെങ്കിലും തരണമെന്ന് ന്യായമായൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ചേച്ചിയുടെ കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഇതിനൊക്കെ ഇറങ്ങിയിട്ട് എന്താ കാര്യം ചേച്ചിയെന്ന്. അതെനിക്ക് വേദനാജനകമാണ്. പണം ആവശ്യപ്പെട്ടത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന്, അത് വ്യക്തിപരമായിട്ട് അല്ല ചോദിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പണം മേടിച്ച് ഇങ്ങനെ ഇതിലേക്ക് പോകുന്നു. 3 ദിവസം മുമ്പ് ഈ തൃശ്ശൂർ നഗരത്തിലെ ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ലാലി ജെയിംസിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ആൾ വരുന്നുണ്ട്, നിജി ജസ്റ്റിൻ സൂക്ഷിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, അങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന്. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് തന്നെ, ഞങ്ങളൊക്കെ സുഹൃത്ത് വലയത്തിലുള്ളവരാണ്, ചോദിച്ചു ഇതിലെ ആർക്കൊക്കെ കൊടുക്കണം, എത്രയൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളത്. അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നത് വരെ കേട്ടവർ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ അത് വാസ്തവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് നിജി ജസ്റ്റിൻ മേയറായി. പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് തുറന്ന പ്രതികരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇനി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് എന്താണ് ഒരു പ്രതികരണം? ഞാൻ പാർട്ടിയുടെ യാതൊരു സ്ഥാനമാനങ്ങളും ചോദിച്ചു നിൽക്കുന്ന ആളല്ല. ഞാനൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും ചോദിച്ചിട്ടില്ല. ഞാൻ ഒന്നും പാർട്ടി ഭാരവാഹിത്വവും ചോദിച്ചിട്ടില്ല. പിന്നെ എന്ത് അച്ചടക്ക നടപടിയാണ് എൻ്റെ കൊണ്ടുവരാനുള്ളത്? പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നോ? അതിന് തക്കതായ കാരണമില്ലാതെ അയാൾക്ക് പുറത്താക്കാൻ പറ്റില്ല. അത്തരത്തിലേക്ക് അദ്ദേഹം കടന്നാൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് എനിക്ക് പോകേണ്ടി വരും.